തുണി അലക്കണം, പാത്രം കഴുകണം, വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം, ഗ്ലാസിന്റെ മങ്ങൽ മാറ്റണം, വാഹനം കഴുകണം, ഫ്ലോർ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ നീളുകയാണ് വീട്ടിലെ ശുചിത്വ പരിപാടികൾ. ഇനി ഏത് ക്ലീനിങ് ആയാലും റിൻഡെക്സ് ചോദിച്ചു വാങ്ങൂ. റിൻഡെക്സ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ആത്മസമർപ്പണം, ത്യാഗസന്നദ്ധമായ ആദർശ തീക്ഷ്ണത എന്നിവയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി വീണ്ടുമൊരു ബലിപ്പെരുന്നാൾ സമാഗതമായി. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ സ്മരണ ഉയർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹ സന്ദേശം നൽകുന്ന ബലിപ്പെരുന്നാൾ നിസ്കാരം ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ നടന്നു. ശനിയാഴ്ച പുലർച്ചെ പള്ളിമുക്രി റഷീദ് സാദി സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചതോടെ നിരവധി വിശ്വാസികളാണ് പള്ളിയിലെത്തി നിസ്കാരത്തിൽ പങ്കെടുത്തത്. 8 മണിയോടെ ബലിപ്പെരുന്നാൾ നിസ്കാരവും സന്ദേശം നൽകി. തുടർന്ന് നടന്ന ബലിപ്പെരുന്നാൾ നിസ്കാരത്തിനും അബ്ദുറഹ്മാൻ അസ്കരി നേതൃത്വം നൽകി. തുടർന്ന് വിശ്വാസികൾക്ക് മധുരങ്ങളും നൽകി. പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറുപ്പമെന്നോ വലിപ്പമെന്നോ പ്രായഭേദമില്ലാതെ എല്ലാവരും ആലിംഗനം ചെയ്യുകയും പെരുന്നാൾ സന്ദേശം കൈമാറുകയും ചെയ്തു. യുവാക്കളുടെ നേതൃത്വത്തിൽ സെൽഫിയും മറ്റുമെടുത്ത് ആഘോഷങ്ങളുടെ ഭാഗമായി. പള്ളി പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി എന്ന ഇന്നിൻകുട്ടി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, വൈസ് പ്രസിഡന്റ് ഹംസ പുറക്കോട്ടിൽ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളെപ്പോഴും ഓർക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ സഹായം മഹാനവറുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. നമുക്കറിയാമോ, ഈ ഹജ്ജിന്റെ വേളയിൽ ലിബിയയിൽ നിന്ന് ഒരു ഹാജി അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടപ്പോഴും അള്ളാഹുവിന്റെ സഹായമുണ്ടായി. ആ ഫ്ലൈറ്റ് തിരികെ വന്നു വരികയും 2 പ്രാവശ്യം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യം ലഭിക്കുകയുമുണ്ടായി. അള്ളാഹുവിന്റെ സഹായം ഇടപെടലുകൾ എന്തുകൊണ്ടോ ഇസ്രായേലിന്റെ ഏറ്റവും കിരാതമായ ആക്രമണങ്ങളിലൂടെ ഫലസ്തീൻ ഞെരുങ്ങി വരുമ്പോഴും ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പല ആളുകളും അത് അനീതിയാണ്, അത് നിർത്തണമെന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ സഹായമാണ്. VCV ന്യൂസ്, പൈങ്കുളം. You are watching VCV News.